ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു ഇറാനി പോളയാണ് കേട്ടോ. ഇറാനിന്ന് വന്നതുകൊണ്ടാണോ ഇതിന് ഇറാനി പോളാന്ന് പേര് കിട്ടിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാണാനൊരു മൊഞ്ചൻ കേട്ടാ. കാണാൻ മാത്രമല്ല, കഴിക്കാനും പ്രത്യേക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കാണണ്ടേ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെ മസാല ആക്കി എടുക്കാം കേട്ടോ. ആദ്യം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ആക്കുന്ന. വെളിച്ചെണ്ണയിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറിയ രീതിയിൽ കൊത്തിയരിഞ്ഞ 2 സവാള ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നമ്മൾക്ക് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വഴറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോ കൊത്തിയരിഞ്ഞതോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഏകദേശം ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ ഞാനിത്. ഓക്കെ, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾക്കിത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഇല്ല, ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ നമ്മൾക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതും ഞാൻ ക്രഷ് ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ. ഓക്കെ, പച്ചമുളക് ഇങ്ങനെ ചെറിയ രീതിയിൽ മുറിച്ചിട്ട് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കടിക്കാനേ ഒന്നും കിട്ടത്തില്ല, പച്ചമുളകൊന്നും കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. 1 ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇതിലെല്ലാം ഞാൻ ക്യാപ്സിക്കം ഇടും. ഇങ്ങനത്തെ മസാലയിലൊക്കെ ക്യാപ്സിക്കം ഇട്ടേ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾക്ക് ഇത് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ഇടാം, റെഡ് ഇടാം, യെല്ലോ ഇടാം. കളർഫുള്ളാകാൻ വേണ്ടി നമുക്ക് എന്ത് ക്യാപ്സിക്കം വേണമെങ്കിലും ഇടാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഗ്രീൻ ക്യാപ്സിക്കാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ തന്തൂരി മസാലൻ്റെ പൗഡറാണ്. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അരുവത്തുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇങ്ങനത്തെ തന്തൂരി മസാലയിൽ ഇട്ടതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ചേർത്താണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തത്. ഓക്കെ, ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ നമ്മൾക്കിത് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മുളകിൻ്റെ ഒക്കെ ഒരു തുയ്പ്പില്ല, അതിനൊക്കെ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ ഓൾറെഡി പൊരിച്ചതാണ് കേട്ടോ, ഫ്രൈ ചെയ്തിട്ട് ചിക്കി എടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടണ്ട. മുളക്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊരിച്ചെടുത്തിട്ട് അതിനെ ചിക്കി എടുത്തതാണ് കേട്ടോ. ഇത് കൈ കൊണ്ട് നല്ല നുള്ളിയെടുത്തതാണ്. ഒക്കെ ഇതുപോലെ നുള്ളിയെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ടിട്ട് അങ്ങനെയും ആക്കാം കേട്ടോ. ഇത് പൊരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അതും ഇട്ടിട്ട് നമുക്കിതും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പം വേണമെങ്കിൽ കറിവേപ്പിലയിലയും ചേർക്കാം കേട്ടോ. ഓക്കെ, മല്ലിയില ചേർത്തിട്ട് പിന്നെ അതും കൂടി ഒന്ന് കുറച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചേർത്തത്. നിങ്ങൾക്ക് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടി ചേർത്താണ്. അപ്പോൾ നമ്മുടെ മസാല ഇതാ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിക്സിങ് നമ്മൾക്ക് റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ്, അളവ് ശ്രദ്ധിക്കണേ, 1 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. 1 കപ്പ് ഞാൻ ഒരു സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 4 എഗ്ഗ്. ഓക്കെ, 1 കപ്പ് ഇതിന് 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിൽ നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടില്ലേ, അതേ കപ്പിൽ 1 കപ്പ് മൈദമാവ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതേ കപ്പ് തന്നെ ആയിരിക്കണേ, സെയിം കപ്പ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സെയിം കപ്പ് തന്നെ പാല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലല്ല കേട്ടോ, ലൈറ്റ് ചൂടാക്കിയ ഒരു പാല് 1 കപ്പ്, അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ടാക്കേണ്ട പാന് നമ്മളിതാ ഓൾറെഡി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഫ്രൈ പാൻ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം.
കാരണം അത് പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൊത്തത്തിൽ നമുക്കിത് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സില്ലേ അത് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓൾറെഡി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നവരെ നമുക്ക് ചെറിയൊരു പാത്രത്തിലാക്കിയെങ്കിൽ നല്ല കുറച്ചും കൂടി ബബിളുമായിട്ട് നല്ല തടിച്ചിട്ട് നല്ല ഉണ്ട പക്രമായിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് ഒരു അസ്ഥി കൂടം കണക്കിയാണ് ഇല്ലത്. വലിയ പാത്രം വെച്ചത് കൊണ്ടാണ് കേട്ടോ. വലിയ പാത്രം പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, മസാലയൊക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള മിക്സിങ് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കനൊന്നും കാണാത്ത വിധത്തിൽ നല്ലപോലെ ഞാനിതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യണ്ടേ. ഇതിനെ തിരിച്ചിടുന്നൊന്നുമില്ല, മറ്റുള്ള കുംസുകൾ ആക്കുന്നത് പോലെ നമ്മൾ തിരിച്ചിടുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാം. നമ്മളെ കലാവിരുത് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. നമുക്ക് എത്രമാത്രം കലകളുണ്ട് അത് അറിയുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരമാവധി ഞാനിതിൽ അതിനെ ഗാർണിഷ് ചെയ്തിട്ട് അതിനെ മൊഞ്ചാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു ഏക്കർ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പലതും ഞാൻ ഇതിൽ ചെയ്തു വെച്ചത്. ഒരു ചെറിയ പാത്രം ആയതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ കലാവിരുത് കണ്ടിട്ട് ബോധം കെട്ട് പോയേനെ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇറാനിപ്പോള റെഡിയായി. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് നോക്കാൻ കേട്ടോ. മെല്ലനൊന്ന് പ്രസ് ചെയ്യുമ്പോൾ കൈക്കൊന്ന് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതായി എന്നർത്ഥം. പിന്നെ അതുകൂടാതെ നമ്മുടെ സൈഡൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കാൻ. അപ്പോൾ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിന്ന് റെഡിയായി എന്നർത്ഥം. അപ്പോൾ നമുക്കിത് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇറാനിപ്പോള റെഡി ആയി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് നിങ്ങൾക്ക് ഇതന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.